ഇന്ന് കണ്ണൂരുകാരുടെ സ്വന്തം ചിക്കൻ വരട്ടിയതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ബ്രോയിലർ ചിക്കനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കോഴി പൊരിക്കുന്നതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 3 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഒരു വലിയ പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ചിക്കന്. ബ്രോയിലർ ചിക്കനാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിന്റെ പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീനച്ചട്ടി ആണെങ്കിൽ അതിലും എടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ജീരകത്തിന്റെ പൊടി അതും 1/2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ജീരകം തന്നെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പൊ ഇത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കുകയാണ്. പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള മസാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒരു പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇനി ഇത് നല്ല പേസ്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1-2 ചെറിയ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്താൽ മതി. അപ്പൊ ഇത് ഇതുപോലെ റെഡി ആക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ പൊടിയൊക്കെ വറുത്ത ചട്ടിയിലേക്ക് തന്നെ ആണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കന് നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലന്റെ പേസ്റ്റ് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വെളിച്ചെണ്ണ വേണം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാല എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതേ മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ ഉപയോഗിച്ച് തന്നെ. പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കൈ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇനി കുക്ക് ചെയ്യാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പം ഇത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് തുറന്ന് നോക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഈ ചിക്കന് തന്നെ ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വെള്ളം ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിളക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമ്മൾ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഇവിടെ കിടന്നൊന്ന് തിളച്ചോട്ടെ. ഇപ്പം ഇത് ഏകദേശം ഇതുപോലെ എണ്ണ ഒക്കെ ഒന്ന് മേലെ ഊറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മളൊരു 2 സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ മസാലയും കൂടി ചേർക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ്. ഇപ്പൊ തന്നെ ഇതിൽ നല്ലോണം വെള്ളം ചിക്കനിന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോ അടച്ചു വെക്കണ്ട. ചിക്കൻ വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പൊ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പൊ ഇത് ഏകദേശം ഒന്ന് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വാവാൻ വേണ്ടി വെക്കാം. അപ്പൊ ഇത് അടച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ ഒന്ന് വന്നതിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുക. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. കുരുമുളക് പൊടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ അവസാനം ഇറക്കാൻ നേരത്താണ് നമ്മൾ ഈ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ആദ്യം തന്നെ ചേർക്കൂല. ഇങ്ങനെ ആകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയില നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചുള്ള മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ എന്റെ താത്ത, അവള് കണ്ണൂരാണ് താമസിക്കുന്നത്. അവളുടെ സ്കൂളില് രമചേച്ചി പറഞ്ഞു കൊടുത്തിട്ടുള്ള റെസിപ്പിയാണ്. അവൾ ഉണ്ടാക്കിയിട്ട് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ട് അവള് വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ രമചേച്ചി താങ്ക്സ് കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഇത് എടുത്താൽ മതി. ഇപ്പൊ ഫ്ലെയിം ഓഫ് ആയിട്ടാട്ടോ കിടക്കുന്നത്. എന്നാലേ ഇതിലേക്ക് മസാല ഒക്കെ നന്നായിട്ട് ഇറങ്ങിയ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടാ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.